നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ FC ഗോവ വേഴ്സസ് ചെന്നൈയിൻ FC മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ വമ്പൻ വിജയം FC ഗോവ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 4-1 എന്ന നിലയിലാണ് ഇന്നലത്തെ മത്സരം അവസാനിച്ചത്. ചെന്നൈയിൻ FC ഒരു ഗോൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. ആദ്യം തന്നെ ചെന്നൈയിൻ FC റഹീം അലിയിലൂടെ 13-ാം മിനിറ്റിൽ ഗോൾ നേടി ലീഡ് പിടിച്ചതായിരുന്നു. അതിനുശേഷമായിരുന്നു FC ഗോവയുടെ തിരിച്ചുവരവ്. 33-ാം മിനിറ്റിൽ ബോർജോ ഹെരേര എന്ന് പറയുന്ന താരവും കാർലോ മാർട്ടിനസ് 38-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയും അതേപോലെ തന്നെ ബ്രാൻഡൻ ഫെർണാണ്ടസ് 45 മിനിറ്റുകൾക്ക് ശേഷവും കാർലോസ് മാർട്ടിനസിന് 72-ാം മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടെ നേടി 4-1 എന്ന നിലയിൽ മത്സരം അവസാനിക്കുക തന്നെയായിരുന്നു. എന്തായാലും സച്ചു സിബി എന്ന് പറയുന്ന ചെന്നൈയിൻ FCയുടെ താരത്തിന് 35-ാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മികച്ച വിജയം തന്നെയാണ് FC ഗോവ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്നലെ. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരമാണ് നടക്കാൻ പോകുന്നത്. പോയിന്റ് ടേബിളിൽ ടോപ്പ് സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. ISLലെ ലീഗ് സ്റ്റേജിലെ ഏറ്റവും അവസാനത്തെ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും മുംബൈ സിറ്റി FC വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന് 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം ഇവാൻ ആശാൻ പറഞ്ഞ വാക്കുകളാണ് ആരാധകർക്ക് ദുഃഖവാർത്തയാക്കിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ ഡിമിട്രിയോസ് ഡയമൻഡക്കോസും അതേപോലെ തന്നെ അഡ്രിയൻ ലൂണയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കുമോ എന്ന് സംശയത്തിലാണെന്നാണ് ഇവാൻ ആശാൻ പറഞ്ഞിരിക്കുന്നത്. പ്ലേ ഓഫ് എന്ന മത്സരം ഒഡീഷ FCക്കെതിരെയാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ഡയമൻഡക്കോസും അതേപോലെ തന്നെ ലൂണയും ഇറങ്ങിയില്ലെങ്കിൽ വമ്പൻ പണി തന്നെ കിട്ടുമെന്ന് ആരാധകരെ പോലെ എല്ലാവർക്കും അറിയാം. എന്തായാലും അഡ്രിയൻ ലൂണയും ഡിമിട്രിയോസ് ഡയമൻഡക്കോസും എത്രയും പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് വീഡിയോ നിർത്തുന്നു.